everyone. So, നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കുറേ ഇൻറ്ററാക്ഷൻസ് ഉണ്ട് അല്ലേ? കുറേ ഇൻറ്ററാക്ഷൻസ് ഉണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിലുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം, ബയോട്ടിക് ആൻഡ് ഏബിയോട്ടിക് കോമ്പൗണ്ട്സ് ഒക്കെ തമ്മിൽ എന്താണ് കുറേ ഇൻറ്ററാക്ഷൻസ് ഉണ്ട് അല്ലേ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ കുറച്ച് സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ്? മ്യൂച്വലിസം, കമൻസാലിസം, കോമ്പറ്റീഷൻ, പ്രിഡേഷൻ ആൻഡ് പാരസിറ്റിസം. ഇതാണ് ലിവിങ് ഓർഗാനിസംസ് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഇൻട്രാക്ഷൻസ്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മ്യൂച്വലിസം എന്താണ്? ഫസ്റ്റ് ഇൻട്രാക്ഷൻ മ്യൂച്വലിസം എന്താണ്? ബെനഫിഷ്യൽ ടു ബോത്ത് ദ ഓർഗാനിസം അല്ലേ? ഒരു ഇൻട്രാക്ഷൻ നടക്കണമെങ്കിൽ എന്താ, അവിടെ രണ്ട് ഓർഗാനിസം വേണം, അവർക്ക് രണ്ടുപേർക്കും ബെനഫിറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? മ്യൂച്വൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബീസ് ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എങ്ങനെയാണ് ബീസും ഫ്ലവറിംഗ് പ്ലാന്റ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒരു മ്യൂച്വൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു മ്യൂച്വലിസം ആകുന്നത് എങ്ങനെയാണ്? സപ്പോസ് എന്താണ്, നമ്മുടെ ഫ്ലവർ ആൻഡ് ബീസ് തമ്മിൽ, നമ്മുടെ ബീസ് ഫ്ലവറിൽ വന്ന് എന്താണ് നെക്ടറും പൊള്ളനും ഒക്കെ എന്താണ് കളക്ട് ചെയ്യും അല്ലേ? ഈ ടൈമിൽ നമ്മുടെ ബീസ് ഫ്ലവേഴ്സിൻ്റെ പോളിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അറ്റ് ദ സെയിം ടൈം അവിടെ എന്താണ്, ബീസിന് അവർക്ക് ഫുഡും കിട്ടുന്നുണ്ട്. സോ എന്താണ്, രണ്ടുപേർക്കും ഫ്ലവറിന് എന്താണ് പോളിനേഷൻ നടക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹണി ബീസിന് എന്താണ്, അവർക്ക് ഫുഡും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ മ്യൂച്വലിസം എന്ന് പറയുന്നത് എന്താണ്, രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? കമൻസാലിസം. എന്താണ് കമൻസാലിസം എന്ന് പറയുന്നത്? ബെനഫിഷ്യൽ ടു വൺ ആൻഡ് ഈസ് നൈദർ ബെനഫിഷ്യൽ നോർ ഹാംഫുൾ ടു ദ അതർ. അതായത് ഒരു ഓർഗാനിസത്തിന് എന്താണ്, ബെനഫിറ്റ് ആണ്. ഓക്കെ, ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് രണ്ട് ഓർഗാനിസം ഉണ്ട് അവിടെ, അതിൽ ഒരാൾക്ക് എന്താണ് എന്താണ് ആണ് കിട്ടുന്നത്, മറ്റേ ആൾക്ക് എന്താ ബെനഫിറ്റും ഇല്ല, അതുപോലെ തന്നെ ഹാമും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, സോ എന്താണ്, ഒരാൾക്ക് എന്താണ് ബെനഫിറ്റ് കിട്ടുന്ന ഇൻട്രാക്ഷൻ, മറ്റേ ആൾക്ക് ബെനഫിറ്റും ഇല്ല ഹാംഫുള്ളും അല്ല. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് നമ്മുടെ കമൻസാലിസം. എക്സാമ്പിൾ, മാംഗോ ട്രീ ആൻഡ് വാണ്ട. നമുക്കറിയാം നമ്മുടെ മാംഗോ ട്രീയിൽ വാണ്ട എന്താണ്, വാണ്ട ഒരു എപ്പിഫൈറ്റ് ആണല്ലേ? എപ്പിഫൈറ്റ് ആയിട്ടുള്ള വാണ്ട വളരും. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ മാവേൽ വളരുന്നത് കൊണ്ട് നമ്മുടെ വാണ്ടയ്ക്ക് എന്താണ് കൂടുതൽ സൺലൈറ്റ് ഒക്കെ കിട്ടും, പിന്നെ ഒരു എന്താ സ്പേസ് കിട്ടും അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സോ എന്താണ്, അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാൻ പറ്റും. പക്ഷേ എന്താണ്, മാംഗോ ട്രീക്ക് എന്താണ്, വാണ്ട അവിടെ ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റും ഇല്ല, ഹാംഫുള്ളും ഇല്ല. ഓക്കെ, ഹാംഫുൾ എഫക്റ്റും ഇല്ല. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ്, ഒരാൾക്ക് ബെനിഫിറ്റും ഒരാൾക്ക് ഒരു എഫക്റ്റും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് എന്ത്, കമൻസാലിസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് കോമ്പറ്റീഷൻ. ഓക്കെ, കോമ്പറ്റീഷൻ എന്താണ്? ഹാംഫുൾ ടു ബോത്ത്. ഓക്കെ, ഹാംഫുൾ ടു ബോത്ത് ഇൻ ദ ബിഗിനിങ്. എന്താണ്, ബിഗിനിങ്ങിൽ തുടക്കത്തിൽ എന്താണ്, രണ്ടു പേർക്കും ഹാംഫുൾ ആണ്. ഓക്കെ, ദെൻ ബെനഫിഷ്യൽ ടു ദ വൺ ഹൂ വിൻസ്. പിന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ സക്സീഡ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ വിൻ ചെയ്യുന്ന ആൾക്ക് എന്താണ് സംഭവിക്കുക, അവർക്ക് ബെനഫിഷ്യൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്ട്രഗിൾ ബിറ്റ്വീൻ ടു പ്ലാന്റ്സ് ഗ്രോയിങ് ക്ലോസ് ടു ഈച്ച് അതർ ഫോർ സൺലൈറ്റ്. ഒന്നിച്ച് നിൽക്കുന്ന രണ്ട് പ്ലാന്റ്സ്, ഓക്കെ, അടുത്തടുത്ത് ഒന്നിച്ച് നിൽക്കുന്ന രണ്ട് പ്ലാന്റ്സിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്താണ്, സൺലൈറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ബിഗിനിങ് കണ്ടീഷനിൽ അവർ രണ്ടുപേരും എന്താണ് ഒരേപോലെ കോമ്പീറ്റ് ചെയ്യും. പക്ഷേ എന്താണ്, ഒരു പ്ലാന്റ് അതിൽ വിൻ ചെയ്യും. അതായത് ഒരാൾ കൂടുതൽ അങ്ങ് ഹൈറ്റ് വെച്ച് ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ മറ്റേ ആൾ എന്ത് സംഭവിക്കും, മറ്റേ ആൾ ഇവരുടെ അണ്ടറിൽ, ഈ കൂടുതൽ ഗ്രോ ചെയ്ത പ്ലാന്റിന്റെ അണ്ടറിലേക്ക് വരും. ഓക്കെ, സോ അവർക്ക് എന്താണ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടില്ല. അപ്പം അതിനൊരു എക്സാമ്പിൾ, നമ്മുടെ കോമ്പറ്റീഷൻ ഒരു എക്സാമ്പിൾ ആണ് എന്താണ്, അഡ്ജസൻ്റ് ആയിട്ട് വളരുന്ന രണ്ട് പ്ലാന്റ്സ്. ഓക്കെ, സക്സീഡ് ചെയ്യുന്ന ആൾ പിന്നെ വളർന്നു പോകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹാംഫുൾ ടു ബോത്ത് ഇൻ ദ ബിഗിനിങ് ദെൻ ബെനഫിഷ്യൽ ടു ദ വൺ ഹൂ വിൻസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ എന്താണ്, പ്രിഡേഷൻ. ഓക്കെ, പ്രിഡേഷൻ ആണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. ബെനഫിഷ്യൽ ടു വൺ ബട്ട് ഹാംഫുൾ ടു ദ അതർ. ഓക്കെ, ഒരാൾക്ക് എന്താണ്, ഒരാൾക്ക് ബെനഫിറ്റ് ആണ്, മറ്റേ ആൾക്ക് എന്താണ്, ഹാംഫുൾ ആണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് പ്രിഡേഷൻ. ഓക്കെ, പ്രിഡേഷൻ മാത്രമല്ല പാരസിറ്റിസും അങ്ങനെയാണ്, ഒരാൾക്ക് ബെനഫിഷ്യലും മറ്റേ ആൾക്ക് എന്താണ് ഹാംഫുള്ളും ആണ്. ഓക്കെ, സോ പ്രേ ബിക്കംസ് ദ ഫുഡ് ഓഫ് ദ പ്രിഡേറ്റർ. പ്രിഡേഷനിൽ എന്താണ്, നമുക്കറിയാമല്ലേ, നമ്മുടെ ലയൺ ഒക്കെ എന്താണ്, പ്രിഡേഷൻ വഴിയാണ് അവർക്ക് ഫുഡ് അവർ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രേ ബിക്കംസ് ദ ഫുഡ് അല്ലേ, ആ പ്രേ ആണ് എന്താ, ഈ നമ്മുടെ പ്രിഡേറ്ററിൻ്റെ ഫുഡാണ്. സോ പ്രിഡേഷൻ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ്. എക്സാമ്പിൾ, ലയൺ ഹൺസ് ആൻഡ് ഈറ്റ്സ് ദ ഡിയർ. അതാണ് നമ്മുടെ എക്സാമ്പിൾ. ഓക്കെ, ദെൻ അടുത്തൊന്ന് നോക്കിക്കേ, പാരസിറ്റിസം. പാരസിറ്റിസം ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് ബെനിഫിഷ്യൽ ആണ്, മറ്റേ ആൾക്ക് ഹാംഫുൾ
ഹാംഫുൾ ആണ്. ഓക്കെ, ബെനിഫിഷ്യൽ ടു വൺ, ഓക്കെ, ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഹാംഫുൾ ടു ദി അതർ. ഓക്കെ, മറ്റേ ആൾക്ക് ഹാംഫുൾ ആണ്, ഒരാൾക്ക് ബെനിഫിഷ്യൽ ആണ്. ദ പാരസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്റ്റ് ഫോർ ന്യൂട്രീഷൻ. ഈ പാരസൈറ്റ് എന്താണ്? ഈ ഹോസ്റ്റിനെ ആർക്കാണോ ഹാംഫുൾ ആയിട്ട് വരുന്നത് അവരെ നമ്മൾ ഹോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അവരാണ് ഹോസ്റ്റിന് ഹാംഫുൾ ആയിരിക്കും. സോ ഈ പാരസൈറ്റ് ഹോസ്റ്റിന്റെ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, എക്സാമ്പിൾ മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്. ഓക്കെ, മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ് എന്താണ്? ഒരു പാരസിറ്റിക് പ്ലാന്റ് ആണ് അല്ലേ. അവരെന്ത് ചെയ്യും? നമ്മുടെ മാംഗോ ട്രീയുടെ പുറത്ത് വളർന്നിട്ട് മാംഗോ ട്രീയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കുക? നമ്മുടെ മാംഗോ ട്രീ ഒരു പോർഷൻ എന്താണ്? ഡെഡ് ആയി പോകും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇൻട്രാക്ഷൻസ്. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഇൻട്രാക്ഷൻസ്? മെയിനായിട്ട് ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് പറയുന്നത് ഏതൊക്കെയാണ്? മ്യൂച്വലിസം, കമൻസാലിസം, കോമ്പറ്റീഷൻ, പ്രിഡേഷൻ ആൻഡ് പാരസിറ്റിസം. സോ നമ്മുടെ 5 ഇൻട്രാക്ഷൻസും നിങ്ങൾക്ക് സെറ്റായെന്ന് മിസ് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ ടോപ്പിക്സുമായിട്ട് ഇനിയും മിസ് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.